ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ഒരു കഥയിൽ നിന്ന് തുടങ്ങാമല്ലേ? ഒരു ബ്രാഹ്മണനായ ഒരു യുവകോമളൻ ഉണ്ടായിരുന്നു. അദ്ദേഹം അതീവ ശിവഭക്തനായിരുന്നു. ശിവക്ഷേത്ര ദർശനം കഴിഞ്ഞു മാത്രമേ ആഹാരം പോലും ഭുജിക്കുകയുള്ളൂ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു. അങ്ങനെ പതിവ് പോലെ ക്ഷേത്ര ദർശനത്തിനായി പോവുകയും അവിടെ ഒരു യോഗീവര്യനെ കാണുവാനിടയായി. ആ യോഗീവര്യന്റെ വാക്കുകൾ കേട്ട് പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചുപോയി. അത് ആ യോഗീവര്യനെ അതീവ കോപാകുലനാക്കി ആ യുവകോമളനെ ശപിക്കുകയുണ്ടായി. നീ ഒരു മന്ദബുദ്ധിയായി പോകട്ടെ എന്ന്. വളരെ ദുഃഖം തോന്നി പെട്ടെന്ന് തന്നെ ആ യോഗി ശ്രേഷ്ഠനെ നമസ്കരിച്ചുകൊണ്ട് ആ യുവകോമളൻ ആവശ്യപ്പെടുകയാണ്, ക്ഷമിക്കണം, എൻ്റെ അറിവില്ലായ്മയിൽ അങ്ങ് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ എന്തായാലും ശാപം കൊടുത്തു പോയി അല്ലേ? അപ്പൊ അത് അനുഭവിച്ചല്ലേ പറ്റൂ, ഒന്നും തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ കുറച്ചു കാലം നീ ഇങ്ങനെ സഞ്ചരിക്കുക, അത് കഴിഞ്ഞാൽ നിനക്ക് അതീവ ജ്ഞാനമുണ്ടാവുമെന്നും അനുഗ്രഹിച്ചുകൊണ്ട് ആ യോഗീവര്യൻ അവിടുന്ന് പോയി. ഇപ്പൊ പഠിപ്പും വിവരവും ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാ ജോലി ഉണ്ടാവുക? ആടുമേയ്ക്കലായിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ തൊഴിലെന്ന് പറയുന്നത്. ആ ഗ്രാമത്തില് ഒരു പ്രഭു ഉണ്ടായിരുന്നു. ആ പ്രഭുവിന് അതീവ സുന്ദരിയും ശാസ്ത്രത്തിൽ അതീവ പണ്ഡിതയുമായ ഒരു മകളുണ്ടായിരുന്നു. അപ്പൊ മകളുടെ വിവാഹ പ്രായമാവുകയാണ്. പക്ഷെ അവൾക്ക് നിർബന്ധമുണ്ട്, തന്നെ വിവാഹം കഴിക്കാൻ വരുന്നത് തികച്ചും ഒരു യോഗ്യനായിട്ടുള്ള ആളായിരിക്കണം. ശാസ്ത്രീയമായി ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുകയും അതിൽ തന്നെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരാളെ മാത്രമേ വിവാഹം ചെയ്യുള്ളൂ എന്നും അവൾ അച്ഛനോട് ശഠിച്ചു പറഞ്ഞു. അങ്ങനെ നാനാദേശങ്ങളിൽ നിന്നും വിവാഹാലോചനയുമായി ധാരാളം പണ്ഡിത ശ്രേഷ്ഠന്മാർ ആ പ്രഭുവിന്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. പക്ഷെ ആർക്കും തന്നെ അവളെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പൊ പ്രഭുവിന് വളരെ വിഷമമായി. കാരണം മകൾക്ക് കല്യാണ പ്രായമായി, നടന്നില്ലെങ്കിൽ അതും പ്രശ്നമാണ്. ഇനി വയസ്സ് കൂടുതലാവുമ്പോൾ ഓരോ പിതാവിനും ഉണ്ടാവുന്ന വിഷമം അദ്ദേഹത്തിനും ഉണ്ടായി. അപ്പൊ ഭൃത്യന്മാരെ വിളിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾ നാനാദേശങ്ങളിലേക്കും പോയി ഒരു പണ്ഡിത ശ്രേഷ്ഠനെ കണ്ടുപിടിക്കൂ, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. കാരണം അവളുടെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അതികഠിനം തന്നെയാണ്. നാം കുറെ കാലം അത് പരീക്ഷിച്ചു നോക്കി. അവളെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം, പണ്ഡിതനായ ഒരാളെ നിങ്ങൾ കൊണ്ടുവരൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീട്ടിനകത്തേക്ക് പ്രവേശിച്ചു. ഇപ്പൊ ഭടന്മാരെന്ത് ചെയ്യുകയാണ്? 4 ഭാഗങ്ങളിലേക്കും തിരഞ്ഞു ഓടുകയാണ്. എവിടെയും ഒരു പണ്ഡിത ശ്രേഷ്ഠനെ കാണാൻ കഴിയുന്നില്ല. അവർക്ക് ദേഷ്യമായി. കുറെ കാലമായി ഇതേ ജോലി ചെയ്യുകയാണല്ലേ. അപ്പൊ അവർ വിചാരിക്കുകയാണ്, ഒരു മന്ദബുദ്ധിയെ തന്നെ നമുക്ക് ആ പ്രഭുവിന്റെ മകൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് ആ ഭൃത്യന്മാരെല്ലാരും കൂടെ തീരുമാനിച്ച് അവർ അതിനുള്ള യാത്രയും പുറപ്പെട്ടു. അപ്പോഴാണ് നമ്മുടെ ബ്രാഹ്മണ യുവകോമളൻ ഒരു മരത്തിന്റെ മുകളിലിരുന്ന് ആ മരക്കൊമ്പ് തന്നെ, ആ ഇരിക്കുന്ന കൊമ്പ് തന്നെ വെട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടത്. ആരെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണോ? ഇത്തരം ചെയ്യുന്ന മന്ദബുദ്ധിയായിട്ടുള്ള ഒരാളെ തന്നെ നമുക്ക് നമ്മുടെ പ്രഭുവിന്റെ മകൾക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ യുവകോമളനെ അവരുടെ വീട്ടിലേക്ക്, പ്രഭുവിന്റെ വീട്ടിലേക്ക് ഈ ഭൃത്യന്മാർ കൊണ്ടുവന്നു. വളരെ വിശേഷ ബുദ്ധിയുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, കുറെ അന്വേഷിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുടെ പുറത്താണ് ആ വിവാഹം അങ്ങനെ നടക്കുകയാണ്. ആദ്യ കാഴ്ചപ്പാടിൽ തന്നെ അവൾക്ക് മനസ്സിലായി. കാരണം രാവണൻ എന്നൊരു വാക്കുപോലും ശരിയായിട്ട് ഉച്ചരിക്കാൻ കഴിയുന്നില്ല. രാവണൻ എന്നൊക്കെയാണ് ആ ബ്രാഹ്മണകുമാരൻ പറഞ്ഞിരുന്നത്. അപ്പൊ അതിൽ നിന്നും അവൾക്ക് വ്യക്തമായി. പക്ഷെ ഭൃത്യന്മാരുടെ സഹായത്തോടുകൂടെ അതിൽ നിന്നൊക്കെ എങ്ങനെയോ രക്ഷപ്പെട്ട് ആ വിവാഹം എന്നുള്ള ഒരു ചടങ്ങ് വരെ എത്തുകയായിരുന്നു. ആ വിവാഹം കഴിഞ്ഞ ദിവസം രാത്രി തന്നെ അവൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി, താനൊരു മന്ദബുദ്ധിയെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത് എന്ന്. അവൾക്കത് ഒട്ടും സഹിക്കാവുന്ന കാര്യമായിരുന്നില്ല. ഉടനെ ആ രാത്രി തന്നെ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോകണമെന്ന് അവനോട്
അവൾ ആവശ്യപ്പെടുകയും ചെയ്തു. വളരെ വിഷമത്തോടെ അവൻ യാത്രയായി അടുത്തുള്ള ഒരു കാളി ക്ഷേത്രത്തിലേക്ക് പോയി. 12 മണിയോട് 12 മണിയോടുള്ള സമയം എന്ന് പറയുന്നത് ആരും പ്രവേശിക്കാത്ത ഒരു സമയമാണ്. കാരണം ശിവന്റെ ഭൂതഗണങ്ങൾക്കും കാളി ദേവി വെളിയിൽ സഞ്ചരിക്കും, ആ നാട് മുഴുവൻ സഞ്ചരിക്കും എന്നുള്ള കഥകളാണ് അത് മുമ്പ് എല്ലാവരും കേട്ടിരുന്നത്. അത് കാരണം ആർക്കും ഭയത്തോടെ അവിടേക്ക് പോവാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവൻ വിചാരിച്ചു, നീ മന്ദബുദ്ധിയായിട്ട് ജീവിക്കുന്നതിലും ഭേദം മരണം തന്നെയാണ്, എന്തായാലും രണ്ടിലൊന്ന് ഇന്ന് നടക്കണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു. അങ്ങനെ ശ്രീകോവിലിനുള്ളിലേക്ക് കയറുകയും അതിൻ്റെ വാതിൽ കുട്ടിയടയ്ക്കുകയും ചെയ്തു. അപ്പോഴാണ് കാളി ഗ്രാമങ്ങളെല്ലാം സഞ്ചരിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് വരുന്ന സമയമായിരുന്നു. അപ്പോൾ വാതിൽ തുറക്കുന്നില്ല. അപ്പോൾ തട്ടി നോക്കി, ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഉള്ളിലിരുന്നവൻ എന്താണ് പറഞ്ഞത്? പുറത്ത് ആരാണ് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ കാളിയാണ് എന്ന് പറഞ്ഞു. അപ്പം അകത്ത് ആരാണ് എന്ന് കാളിയും ചോദിച്ചു. അപ്പം ഞാൻ ദാസനാണ് എന്ന് ഉള്ളിൽ നിന്നുള്ള മറുപടി ഉണ്ടായി. അപ്പോൾ അവൻ പറഞ്ഞു, വാതിൽ തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാനൊരു മന്ദബുദ്ധിയാണ്, എനിക്ക് അറിവ് പകർന്നു തന്നാൽ മാത്രമേ ഞാൻ ഈ വാതിൽ തുറക്കുകയുള്ളൂ എന്ന്. അപ്പോൾ കാളി പറയുകയാണ്, ആ വാതിലിൻ്റെ വിടവിലൂടെ നാക്ക് വെളിയിലിടുകയാണെങ്കിൽ ഞാൻ അറിവ് പകർന്നു തരാമെന്ന് പറയാണ്. അങ്ങനെ കാളിയുടെ ആ ശൂലത്തിൽ നിന്ന് ആ മന്ത്രം ആ ദാസന്റെ നാക്കിൽ എഴുതി കൊടുക്കുകയാണ്. അപ്പോഴെന്തായി? തികഞ്ഞ ജ്ഞാനിയായിട്ടാണ് അദ്ദേഹം അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതും. നമുക്കറിയാവുന്ന കാളിദാസൻ എന്ന മഹാശ്രേഷ്ഠന്റെ സംസ്കൃത പണ്ഡിതന്റെ പിറവി അങ്ങനെയാണ്. അദ്ദേഹം വീട്ടിലേക്ക് അങ്ങനെ കാളിയുടെ അനുഗ്രഹത്താൽ നല്ല അറിവ് നേടിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പം അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ മനസ്സിലാകാൻ, പോയ ആളല്ല തിരിച്ചു വന്നിരിക്കുന്നത് അല്ലേ? അത് ആ തേജസ്സും എല്ലാം മുഖത്ത് വളരെ സ്പഷ്ടമായിരുന്നു. അതുകൊണ്ട് ഭാര്യ ചോദിക്കുകയാണതിൽ. ഭാര്യയുടെ ഒരു ചോദ്യമുണ്ട്, അസ്തി കശ്ചിത് വാഗ്വിശേഷ, എല്ലാത്തിലും നല്ല ജ്ഞാനം ലഭിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഇത് പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് പിന്നെ ഇറങ്ങി. കാരണം ഇനിയൊരു വിവാഹ ജീവിതം എന്നുള്ള സ്വപ്നം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ആദ്യരാത്രി തന്നെ വീട്ടിൽ നിന്നും പുറത്ത് ആട്ടിവിട്ടവളാണ്. അപ്പൊ അവരുടെ കൂടെയുള്ള ഒരു ജീവിതവും ഇല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ അറിവ് നേടിക്കഴിഞ്ഞു അല്ലേ? പിന്നെ അതിലേക്കാണ്, ആ അറിവിന്റെ ആഴം കൂട്ടുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ജീവിതം. പിന്നെ വിവാഹ ജീവിതം എന്നുള്ളതൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ ആ വീട്ടിൽ നിന്നും അപ്പോൾ തന്നെ ഇറങ്ങുകയാണ് ഉണ്ടായത്. വിക്രമാദിത്യ രാജാവിന്റെ കൊട്ടാരത്തിലെ നവരത്നങ്ങൾ 9 ജംസ് എന്നതിൽ ഒരു പേര് കാളിദാസന്റേതാണ് എന്നുള്ളതാണ്. അപ്പൊ കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളമാണ് അദ്ദേഹത്തെ ലോക വിഖ്യാതി നേടിയ അദ്ദേഹത്തിന്റെ സൃഷ്ടി എന്ന് പറയുന്നത്. അതിനു പുറമെ ധാരാളം കാവ്യങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 കാവ്യങ്ങളാണ് രഘുവംശം, മേഘദൂതം എന്നിവ അതിൽ വളരെ വിശേഷപ്പെട്ടതാണ്. അപ്പോൾ ഭാര്യയുടെ വാക്കുണ്ട് അല്ലെ, 3 വാക്കുകളുണ്ട്. അത് ഏതൊക്കെയായിരുന്നു? കശ്ചിത് വാഗ്വിശേഷ. ഇത് ഓരോ വാക്കും തുടങ്ങിയിട്ടാണ് അദ്ദേഹത്തിന്റെ 3 കാവ്യങ്ങൾ രചിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിൽ ആദ്യമായിട്ടുള്ള അസ്ഥി എന്ന വാക്ക് അദ്ദേഹത്തിന്റെ കുമാരസംഭവത്തിലെ ആദ്യ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. സിന്ധു സമുദ്രത്തിന്റെയും ഗംഗാ സമുദ്രത്തിന്റെയും ഇടയിൽ നിൽക്കുന്ന ആ ഹിമാലയ പർവ്വതത്തെ കുറിച്ച് വർണ്ണിക്കുകയാണ് അദ്ദേഹം കുമാരസംഭവത്തിൽ. ആദ്യത്തെ ശ്ലോകം തുടങ്ങുന്നത് അങ്ങനെയാണ്. മേഘദൂതം എന്നതിന്റെ ആദ്യത്തെ ശ്ലോകം തുടങ്ങുന്നത് തന്നെ കശ്ചിത് എന്ന് തുടങ്ങിയിട്ടാണ്. 3ാമത്തെ വാക്ക് എന്നതായിരുന്നു 3ാമത്തെ പ്രയോഗം. അദ്ദേഹം അത് രഘുവംശത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ അതും ചേർക്കുകയുണ്ടായി. വാക്കും അർത്ഥവും ഇണപിരിയാത്തതാണ്,
ലോകമാതാവായ ശിവനെയും പാർവതിയെയും നമസ്കരിച്ചുകൊണ്ട് എന്നാണ് ആ കാവ്യത്തിന്റെ ആദ്യത്തെ ശ്ലോകം എന്ന് പറയുന്നത്. ധാരാളം കഥകളുണ്ട് അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാനായിട്ട്. അതിൽ വളരെ ഒരു ചെറിയൊരു കഥ കൂടെ പറയാമെന്ന് വിചാരിക്കുകയാണ്. ഭോജരാജാവ് വളരെ സമർത്ഥനായ ഒരു രാജാവായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് സംസ്കൃതം വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അതീവ പണ്ഡിതനുമായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തില് ഇതുപോലെയുള്ള പണ്ഡിതന്മാരെ വിളിക്കുകയും ഒരു ചോദ്യം ഇട്ടുകൊടുക്കുകയും ചെയ്യുകയാണ്. ഗുലു ഗുഗുലു എന്ന അർത്ഥം വരുന്ന, അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, പക്ഷെ 4ാമത്തെ ലൈനില് ഈ അർത്ഥം ചേർന്ന് വരുന്ന ഒരു 4 ലൈൻ എഴുതിയിട്ട് വരണമെന്ന് ഹോംവർക്കായി കൊടുക്കുകയാണ് പണ്ഡിതന്മാർക്ക്. അപ്പൊ ഇത്തരം ഇതുപോലെയുള്ള സദസ്സില് കാളിദാസന് പങ്കെടുക്കാനും വളരെ ഇഷ്ടമായിരുന്നു. കാളിദാസനും അതിൽ പങ്കെടുത്തിരുന്നു. ഗുലു ഗുഗുലു ഗുഗുലു എന്ന വാക്കുകൾ 4ാമത്തെ വരിയിൽ വരികയും ആദ്യത്തെ 3 വരികള് അതിനനുസരിച്ച് ചേർത്ത് ഇതിന് ഒരു അർത്ഥം ഉണ്ടാക്കേണ്ടതാണ് എന്നായിരുന്നു ചോദ്യം. പണ്ഡിതന്മാർക്കൊക്കെ വളരെ ആശയക്കുഴപ്പമായി. ഹോംവർക്കാണല്ലോ, വീട്ടിലിരുന്ന് ചെയ്യേണ്ട വർക്കാണ്, നാളെ ഉത്തരം പറഞ്ഞാൽ മതി. അപ്പൊ എല്ലാവരും പോവുകയാണ്, വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ അവർക്ക് ആർക്കും ചിന്തിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. കാളിദാസനും അതുപോലെ തന്നെയാണ്. രാത്രി മുഴുവൻ ഉറങ്ങി. പക്ഷെ ഒരു അർത്ഥമില്ലാത്ത വാക്കാണല്ലോ. അർത്ഥമുള്ളതാണെങ്കിൽ അപ്പൊ തന്നെ, നിമിഷകവിയാണ്, അപ്പൊ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവും ശ്ലോകങ്ങള്. പക്ഷെ അർത്ഥമില്ലാത്ത ഈ ഒരു ശ്ലോകത്തിൽ നിന്ന്, ഈ ഒരു വാക്കിൽ നിന്ന് എങ്ങനെയാ ഒരു ശ്ലോകം ഉണ്ടാക്കുക എന്ന് അദ്ദേഹത്തെയും കൂടുതൽ ചിന്തിപ്പിക്കുകയുണ്ടായി. രാത്രി അങ്ങനെ ഉറങ്ങി. രാവിലെ എഴുന്നേറ്റു, ഒന്നും തന്നെ കിട്ടിയില്ല. അപ്പൊ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ പ്രകൃതിയിലൂടെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ജംബൂ ഫലം കണ്ടു. അപ്പൊ ആ വൃക്ഷത്തില് നല്ല പഴുത്ത ആ ഫലം ഉണ്ടായിരുന്നു. ആ കായ്കനികള് ഒരു വെള്ളത്തിന്റെ ഒരു അരുവി ഉണ്ടായിരുന്നു താഴെ, അതിലേക്ക് ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. അതെങ്ങനെയാണ് അത് അത്രയും വീഴുന്നത് എന്ന് നോക്കുമ്പോൾ കുറെ വാനരന്മാര് ആ മരത്തെ കുലുക്കുകയാണ്. അപ്പൊ അത് വെള്ളത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ആ വെള്ളത്തിലേക്ക് വീഴുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവില്ലേ, ആ ശബ്ദം അദ്ദേഹത്തിന്റെ ചെവിയിൽ പതിക്കുന്നത് ഇങ്ങനെയായിരുന്നു. ഗുലുഗു ഗുലുഗു ഗുലു എന്ന ഒരു ശബ്ദം ശ്രവിച്ചതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അപ്പൊ തന്നെയാണ് അദ്ദേഹം ജംബൂ ഫലേ എന്ന് തുടങ്ങുന്ന ആ ശ്ലോകം പെട്ടെന്ന് തന്നെ എഴുതുകയും ഭോജരാജാവിന് സമർപ്പിക്കുകയും ചെയ്തു. അപ്പൊ വളരെ അർത്ഥവത്തായ ഒരു ശ്ലോകം തന്നെ ആയില്ലേ അത്. ആ ഫലത്തിൽ നിന്ന് നല്ല പഴുത്ത പഴങ്ങള് ആ നദിയിലേക്ക് വീഴുകയും അത് എങ്ങനെയാണ് വീഴുന്നത് എന്ന് നോക്കുമ്പോൾ ആ വാനരന്മാർ കുലുക്കുന്നതാണ്. ആ പുഴയിലേക്ക് വീഴുമ്പോൾ അതിന്റെ ശബ്ദമാണ് ഗുലുഗു ഗുലുഗു ഗുലു എന്നും അദ്ദേഹം വിസ്തരിച്ചപ്പോൾ എല്ലാവർക്കും, സദസ്സിലുള്ള എല്ലാവർക്കും അത് സമ്പൂർണമായി ഇഷ്ടപ്പെടുകയും ധാരാളം പാരിതോഷികങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ധാരാളം കഥകൾ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ആ മഹാകവിശ്രേഷ്ഠനെ, സംസ്കൃത പണ്ഡിതനെ നമസ്കരിച്ചുകൊണ്ട് നാം ജ്യോതിഷത്തിലേക്ക് കടക്കുകയാണ്. ബുധകർമ്മയിലൂടെയാണ് നമ്മുടെ സഞ്ചാരം. ഏതെല്ലാം നക്ഷത്രങ്ങളാണ് എന്ന് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാവും. എങ്കിലും ഈ കർമ്മ പറയുന്നത് വരെ അത് തുടരണമെന്ന് തോന്നുകയാണ്. ഉത്രം, രോഹിണി, പൂരാടം എന്നീ നക്ഷത്രങ്ങളാണ്. അപ്പൊ ഈ നക്ഷത്രങ്ങൾ ഏത് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ കർമ്മമേഖല എന്ന് പറയുമ്പോൾ 6ാം ഭാവവും 10ാം ഭാവവും, അതിന്റെ അധിപൻ ഈ 3 നക്ഷത്രങ്ങൾ ഏതെങ്കിലും സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇപ്പൊ ബുധൻ എന്നതിന്റെ കാരകത്വം നാം മനസ്സിലാക്കിയിരുന്നു. കണക്ക്, ബിസിനസ്, അതുകൊണ്ട് തന്നെ കണക്ക് എന്ന് പറയുമ്പോൾ ബാങ്കിങ് മേഖല ഇവർക്ക് സ്വീകാര്യമാണ്. കാരണം ബാങ്കിങ് എന്ന് പറയുമ്പോൾ ഗുരുകർമ്മയും ബുധകർമ്മയും പെടുന്നു എന്നുള്ളതാണ്. പണം എന്ന് വരുമ്പോൾ ഗുരുകർമ്മയും, അക്കൗണ്ടിങ് സെക്ഷൻ എന്ന് വരുമ്പോൾ ബുധകർമ്മയും അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ബാങ്കിങ്, ഫിനാൻഷ്യൽ എല്ലാ മേഖലകളും ഇതിൽ വരും. പത്രപ്രവർത്തനം, ഇതുപോലെയുള്ള കാളിദാസനെ പോലെയുള്ള ശ്രേഷ്ഠന്മാരുടെ ജാതകത്തിൽ തീർച്ചയായും ബുധന്റെ അനുഗ്രഹമുണ്ട് അല്ലെ. അറിവിന്റെ ദേവതയായ സരസ്വതി ദേവിയാണ് നാവിലിരിക്കുന്നത്. അപ്പോൾ പത്രപ്രവർത്തനം, ഇങ്ങനെ എഴുത്തുകാരന്മാരുണ്ട് അല്ലെ,
കവികള്, അപ്പൊ അവരുടെയൊക്കെ ജാതകത്തിൽ തീർച്ചയായിട്ടും ബുധകർമ്മയുടെ കണക്ടിവിറ്റി കാണാൻ കഴിയുമെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാം. പിന്നെ കഥാ തിരക്കഥ തുടങ്ങിയ സിനിമ പ്രവർത്തനങ്ങളിൽ കഥാ തിരക്കഥ എഴുതുന്നവർക്കെല്ലാം ഒരു ബുധന്റെ കഴിവുള്ളവർക്ക് മാത്രമേ നല്ല അക്ഷരങ്ങൾ എഴുതുവാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അസ്ട്രോളജി കൂടെ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ അറിവിന്റെ ഒരു മേഖലയാണ്. തീർച്ചയായും 6, 10 ഭാവാധിപൻ ഈ 3 നക്ഷത്രങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അസ്ട്രോളജി അവർക്കൊരു പ്രൊഫഷനായിട്ട് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ബുധൻ എന്ന ഗ്രഹത്തിന് പ്രത്യേകിച്ച് ആ ഗ്രഹത്തില് ഈ 3 നക്ഷത്രങ്ങളിൽ ഒരു ഗ്രഹവും ജനിച്ചിട്ടില്ല. അതുകൊണ്ട് ഗ്രഹകാരകത്വം നമുക്കിവിടെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ ഭാവ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ 4-ാം ഭാവമാണ്. അപ്പൊ 1, 4, 6 അല്ലെങ്കിൽ 1, 4, 10 ഈ ഭാവ കോമ്പിനേഷനുകൾ, ഈ ഭാവാധിപന്മാർ 3 ചേർന്ന് വേറൊരു രാശിയിൽ നിൽക്കുകയാണെങ്കിലും അവർക്ക് ബുധകർമ്മയിലുള്ള ജോലി തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. എല്ലാ കണക്ക് സംബന്ധമായിട്ടുള്ള എല്ലാ ജോലികളും, ബിസിനസ്, ഏതു തരത്തിലുള്ള വാണിജ്യ വ്യവസായങ്ങളും ബുധന്റെ കാരകത്വത്തിൽ വരുന്നത് കൊണ്ട് ബുധകർമ്മ ഉള്ള ഒരാൾക്ക് തീർച്ചയായും ഇത്തരം ജോലികൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.